കർത്താവിന്റെ അതിവിശനാമം വായിക്കുമാറാകട്ടെ. എബനേസർ മലയാളം ഫെലോഷിപ്പ് സിംഗപ്പൂരിന്റെ സൂം മീറ്റിംഗിൽ ഒരു ഭാഗമായി തീരുവാൻ ഇന്ന് പകൽ ദൈവാടിയനും നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. മീറ്റിംഗിൽ ലീഡ് ചെയ്ത കർത്തദാസി, സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച് പ്രിയപ്പെട്ടവർ, കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിന്റെ സ്നേഹവാനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവവചനം ചിന്തിക്കാനുള്ള സമയമാണല്ലോ. അതുകൊണ്ട് അതിനായിട്ട് നമ്മുടെ സമയത്തെ ഓർത്തിരിക്കുക. എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ശബ്ദം താങ്ക് യു. അപ്പം നമ്മൾ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മുടെ അധികം മുഖവരകൾ കൂടാതെ തിരുവചന ചിന്തയിലേക്ക് കടക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് എടത്വായിൽ ശുശ്രൂഷിക്കുന്നുവെന്ന് കർത്താസി ഓർപ്പിച്ചു. ഞങ്ങൾ ഒരു 10 വർഷത്തോളം വിദേശത്ത് നോർത്ത് ആഫ്രിക്കയിലായിരുന്നു, ലിബിയയിൽ. അവിടെ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ചർച്ചിന്റെ മിനിസ്ട്രിയും ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ 8 വർഷത്തോളം അവിടെയും സഭാ ശുശ്രൂഷ ചെയ്ത് അവിടുത്തെ ജോലി ദൈവഹിതപ്രകാരം പൂർത്തീകരിച്ച് നാട്ടിൽ വന്നു. അതിനുശേഷം 2015 ഒരു മിനിസ്ട്രി എടുത്തു ഞങ്ങളുടെ സ്വദേശത്ത് തന്നെ ആരംഭിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനുഗ്രഹമായി തീർന്നു. കാരണം ഞങ്ങളുടെ ഇരുഭവനങ്ങൾ ഞങ്ങൾ ഏകരായിട്ടാണ് വിശ്വാസം ഇറങ്ങി തിരിച്ചത്. ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 21ാമത്തെ വയസ്സിൽ വിശ്വാസം ഇറങ്ങി തിരിച്ചു. എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏകനായ വിശ്വാസം ഇറങ്ങി തിരിച്ചു. ദീർഘവർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിൽ ഈ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 2015 ആരംഭിച്ച എടത്വായിലെ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എല്ലാവരും വിശ്വാസം വരുവാൻ ദൈവ ശുശ്രൂഷ മുഖാന്തരം ഇടയാക്കി. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും, സഹോദരങ്ങളെ, മക്കളെ, ആ തലമുറകളെല്ലാം ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ട ഇവിടെയാക്കി. എൻ്റെ ഭവനത്തിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മൂത്തൊരു സഹോദരി, ഇളയൊരു സഹോദരൻ, 2 പേരും US സെറ്റിൽഡാണ്. പപ്പയും മമ്മിയും കഴിഞ്ഞ 3-5 വർഷമായി ഗ്യാപ്പിനുള്ളിൽ ലോകത്തിൽ മാറ്റപ്പെട്ടു. അവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്നാൽ അവരെല്ലാം ദൈവവചനം കേൾക്കുവാനും ദൈവസഭയിൽ വരുവാനും അവിടെയൊക്കെ മീറ്റിങ്ങുകൾ നടത്തുവാനും ഒരിക്കലും അവരുടെ രക്തം നമ്മളോട് ചോദിക്കുകയില്ല. കാരണം അതുപോലെ ജീവിതം കൊണ്ടും വചനം കൊണ്ടും അവരുടെ ദൈവിക ഉദ്ദേശം അവരുടെ മുമ്പിൽ നിറവേറ്റുവാൻ ദൈവം ഞങ്ങളെ മാതാപിതാക്കളുടെ ആയുഷ്കാലത്തിൽ ഉപയോഗിച്ചു. ഇപ്പോഴും സഹോദരങ്ങളുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പനെയും അമ്മയും കൂടെ കൊണ്ട് നിർത്തി നോക്കുവാൻ ദൈവം ഞാൻ കൃപ ചെയ്തു. മറ്റവരൊക്കെയും വിദേശത്തായതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. ഒന്നും മറച്ചു വെക്കാതെ അവരോട് ഈ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഹിതം നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. കണ്ണുനീരോടെ അവരുടെ അവസാന നാൾ വരെയും പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ രക്ഷിക്കായി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നമ്മുടെ വിശ്വാസത്തോടുള്ള ആ ഒരു ബഹുമാനവും അല്ലെങ്കിൽ അത് വിലയേറിയതാണെന്നുള്ള ബോധ്യം ദൈവം അവരുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ദൈവം ഇത്രയും അധികം പേരെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ള വലിയ സന്തോഷവും എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞാലുള്ള സാക്ഷ്യം. ഞാൻ ദൈവത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആ ദൈവിക വചനം. അത് നമുക്ക് വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുംവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. താങ്ക് യു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈ ദൈവവചനത്തിന്റെ ചിന്തകൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ ഒരു തലക്കെട്ടെന്ന നിലയിൽ ഓടിയെത്തിയത് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മുടെ വിശുദ്ധീകരണ പ്രക്രിയയിലുള്ള ദൈവത്തിന്റെ വിശ്വസ്തത. അതാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രകാശിപ്പിച്ച ആ ഒരു സന്ദേശത്തിന്റെ ഒരു തലക്കെട്ട്, ഒരു ക്യാപ്ഷൻ. ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. അപ്പം അതിൽ 24 ഇപ്പൊ വായിച്ച ഭാഗത്തില് 24-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. God will make this happen, for he who calls you is faithful. ഞാൻ ആ ഭാഗങ്ങൾ നമ്മളെല്ലാം ദൈവവചനം ചിന്തിക്കുമ്പോൾ നമ്മളിതെല്ലാം വായിച്ചും ധ്യാനിച്ചും പ്രസംഗങ്ങളെ കേട്ടും പഠിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവരാ. അതുകൊണ്ട്
ദൈവിക സന്ദേശങ്ങളിൽ നമുക്ക് പുതുതായി ഒന്നും കണ്ടെത്തി പറയാൻ കഴിയത്തില്ല. പക്ഷെ ദൈവിക മർമ്മങ്ങളുടെ മറനീക്കി ദൈവം സംസാരിക്കും. ഒരു പുതിയ കണ്ടെത്തലും വേദപുസ്തകത്തിലില്ല. എല്ലാം ദൈവം മുന്നമേ തന്നിരിക്കുന്ന വചനങ്ങളാണ്. മനുഷ്യൻ അതൊന്നും കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവം സമയാസമയങ്ങളിൽ ആ വചനത്തിന്റെ വെളിപ്പാടുകളെ വിവിധ ശുശ്രൂഷയോടെ നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കടന്നുപോയ ആ ചിന്തയിലെ ഒരു ഭാഗം ഇതാണ്. നമ്മൾ എപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ഒരു ചോദ്യമായി നമ്മുടെ ഉള്ളത്തോട് ചോദിക്കാനാ, എപ്പോഴെങ്കിലും ഗാഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്സിനെ നമ്മുടെ സാങ്ക്ടിഫിക്കേഷനുമായി അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ വിശുദ്ധീകരണവുമായി കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം വിശ്വാസത്തിൽ വന്ന നാള് തൊട്ട് ഇന്നും നാം കൂടി വരുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തയെ വർണ്ണിക്കാൻ അല്പം പോലും പുറകോട്ടുള്ളവരല്ല വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെന്ന് എനിക്ക് നന്നായി അറിയാം. എണ്ണി എണ്ണി പറയാൻ കഴിയത്തില്ലെങ്കിലും ആവോളം അത് പറയുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വളരെയധികം എഫോർട്ട് ഇടുകയും ചെയ്തൊരു ജനമാണ് നമ്മൾ. അവന്റെ വിശ്വസ്തയെ വർണ്ണിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അവന്റെ വിശ്വസ്തയെ വർണ്ണിക്കുക തന്നെ വേണം. എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ദൈവത്തിന്റെ വിശ്വസ്തയെ വർണ്ണിക്കുമ്പോൾ ആ വിശ്വസ്തതയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വിശുദ്ധീകരണമുണ്ടെന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ സാങ്ക്ടിഫിക്കേഷനിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു 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 പ്രോമിസ് തന്നെ അപ്പോസ്തലനായ പൗലോസ് മാസിഡോണിയൻ ചർച്ചായ മക്കദോന്യ ദേശത്തെ ഒരു സഭയായ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്തത എപ്പോഴും കണക്ട് ചെയ്യാൻ ഇഷ്ടം എന്തിനോടാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രോമിസസും ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സും നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് വേണമെന്നും ഇന്ന സമയത്ത് അത് ലഭിക്കണമെന്നും, ഇല്ല ലഭിച്ചില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വരുമല്ലോ എന്നും ഓർത്താണ് പലപ്പോഴും നാം ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ നമ്മളോട് കണക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രോമിസസിനെ നമ്മൾ വേദോസ്തത്തിൽ നിന്ന് കണ്ടെത്തുന്നത് എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതെല്ലാം കൂടുതലും സംഭവിക്കുക, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിൽ കാണുന്നത് അത് മുഴുവനും ഈ ഭൂമിയോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ ഒരു മാനദണ്ഡമായി അല്ലെങ്കിൽ ഒരു മുഖാന്തരമായി ഉപയോഗിച്ച്, ദൈവത്തിന്റെ പ്രോമിസസിനെ ഒരു മുഖാന്തരമായി ഉപയോഗിച്ച് ഈ ആയുസ്സിൽ എന്തൊക്കെ നേടിയെടുക്കാമോ അതെല്ലാം നേടിയെടുക്കുവാൻ ഉള്ള വ്യഗ്രതയുള്ള, ഒരു ത്വരയുള്ള, ഒരു ഭയങ്കര ഏണസ്റ്റ് ഡിസയർ ഉള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് ഈ പ്രോമിസ് പറയുമ്പോൾ ഒരല്പം പോലും അത് മെറ്റീരിയൽ തിങ്സിനോട് കണക്ട് ചെയ്യാതെ, ഈ ഭൂമിയിലെ ഒരാവശ്യങ്ങളോടും ഈ ഭൂമിയിലെ ഒരു ആഗ്രഹങ്ങളോടും കണക്ട് ചെയ്യാതെ അപ്പോസ്തലനായ പൗലോസ് വളരെ എന്താണ് ശുദ്ധമായി നിർമ്മലമായി ആ വിശ്വസ്തത കൊണ്ട് എവിടെ കണക്ട് ചെയ്യുന്നറിയാമോ? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തി. ഈ ഒരു വാക്യം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുത്താൽ, ഈ ഒരു സന്ദർഭത്തിൽ നടത്തിയെടുത്താൽ നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ഏത് ഡിസയറിനോട് വേണേലും അത് കണക്ട് ചെയ്യാം. പക്ഷെ പുതിയ നിയമസഭകൾ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ ഭാഗം പറയുമ്പോൾ എന്താണ് ദൈവം നിവർത്തിക്കുന്നത്. God will make this happen. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു സ്വപ്നമായി നിലകൊള്ളത്തില്ല, ഒരാഗ്രഹമായി മാത്രം നിലകൊള്ളത്തില്ല. ഇത് ഒരനുഭവമായി, ഇതൊരു പ്രായോഗികതയായി, സംഭവമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തന. കാരണം എന്നറിയാമോ? നിങ്ങളെ ദൈവമാണ് വിളിച്ചതെങ്കിൽ, നിങ്ങളുടെ വിളിക്കകത്ത് ദൈവത്തിന്റെ വിശ്വസ്തത ഉണ്ടെങ്കിൽ,
നിങ്ങളുടെ വിശുദ്ധീകരണത്തിലും ദൈവത്തിന്റെ വിശ്വസ്തയെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാം. പക്ഷെ എത്രയോ കാലം നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിനായി, സ്വഭാവത്തിന്റെ വിശുദ്ധീകരണത്തിനായി, ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിനായി ദൈവം നമ്മളെ വിളിക്കുമ്പോൾ എവിടെ വെച്ചോ ലക്ഷ്യം തെറ്റിയിട്ട് നാം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വിശ്വസ്തതയെ മുറുകെ പിടിക്കുന്നതിന് പകരം നമുക്കിഷ്ടമുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി നാം ദൈവത്തിന്റെ വിശ്വസ്തയെ മുറുകെ പിടിക്കുന്ന അനവധി സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, ഈ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ നാം പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ ഭൗതിക വിഷയങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് നാം നിലവിളിക്കുന്ന ഓരോ വിഷയവും നിരന്തരമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനാ വിഷയങ്ങളെ തടുക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ അതിനെ മങ്ങലേൽപ്പിക്കാനോ അല്ല അപ്പോസ്തലനായ പൗലോസ് ഈ വചനം തെസ്സലോനിക്ക സഭയോട് പറയുന്നത്. അപ്പോസ്തലന്റെ ജീവിതം ഈ ദൈവത്തിന്റെ സൃഷ്ടിക്ക് മുമ്പായി പ്രാർത്ഥിച്ച കർത്തൃദാസി ഇങ്ങനെയും കൂടെ പ്രാർത്ഥിച്ചു. പാട്ട് പാടിയപ്പോഴും ആ പാട്ടിനകത്ത് ഞാൻ ആ സന്ദേശത്തിന്റെ ആ സൂചന കണ്ടെത്തി. അകൃത്യങ്ങൾ അകറ്റി എന്നെ അശുദ്ധിയെ നീക്കി. നമ്മൾ ആ പാട്ട് പാടിയപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചു വന്നു, ഞങ്ങളെ ഒരുക്കുവാൻ ഇന്നത്തെ വചനം സഹായിക്കണമേ. എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ വിശ്വസ്തതയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഒത്തിരിയധികം ദൈവത്തിൽ ഞാനും ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ആയുസ് ദൈവം തന്നിട്ട്, അല്പകാലം മാത്രമുള്ള ഈ ആയുസ് ദൈവം തന്നിട്ട്, അധിക കാലമുള്ള നിത്യമായിട്ടുള്ള അനന്തമായിരിക്കുന്ന ഒരായുസിന് വേണ്ടി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എൻ്റെ ഈ അല്പകാല ആയുസിന് വേണ്ടി മാത്രം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും എല്ലാം എന്തിനും ചോദിച്ചാൽ എനിക്ക് ഈ ആയുസ്സിലാണ് എല്ലാം ഇരിക്കുന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ജീവിപ്പാൻ ദൈവം എന്നെ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയാണ് ഞാനും നിങ്ങളോട് ഈ വചനം പങ്കുവെക്കുന്നത്. കാരണം നിങ്ങളെക്കാൾ അധികം ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വിവാഹം കഴിഞ്ഞ് 26 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും കുഞ്ഞുങ്ങൾ ലഭിക്കാതെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളാണ് ഞങ്ങൾ. വളരെ ചെറുപ്പത്തിലെ കർത്താവിന്റെ സാക്ഷികളാകുവാൻ ഇറങ്ങിത്തിരിക്കുകയും വളരെ ചെറുപ്പത്തിലെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുകയും ദൈവികമായ നിർബന്ധത്താൽ നിയോഗത്താൽ ആ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് രാജ്യങ്ങൾ വിവിധമായിക്കോട്ടെ, സ്ഥലങ്ങൾ വ്യത്യസ്തമായിക്കോട്ടെ, മാതാപിതാക്കൾ അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, ദേശക്കാർ ദുഷിച്ചോട്ടെ പരിഹസിച്ചോട്ടെ ഉയർത്തിക്കോട്ടെ താഴ്ത്തിക്കോട്ടെ, ഇതിന്റെ നടുവിൽ അപമാനങ്ങളോ ദുഷ്കീർത്തി സൽകീർത്തികളോ അതേ സത്യവാന്മാർ എന്നിട്ടും ചതിയന്മാരെന്നുള്ള വിളി ഉണ്ടായാലും ബാധിക്കാത്തൊരു ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്നുവരെയും തകരാതെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? മാനങ്ങളിൽ മാത്രം ഒരു ശുശ്രൂഷ കേന്ദ്രീകരിച്ചേനെ. ഇല്ലെങ്കിൽ അപമാനങ്ങൾ വരുമ്പോൾ മാത്രം ഹൃദയം തകർന്നവരായി ദൈവത്തിൽ ആശ്രയിക്കും. മാനം വരുമ്പോൾ ദൈവത്തെ മറക്കും. ദുഷ്കീർത്തി വരുമ്പോൾ ദൈവത്തിനോട് അടുത്ത് ചെന്നിട്ട് കർത്താവേ എനിക്ക് പറ്റുന്നില്ല, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു ഹൃദയ നുറുക്കം ഉണ്ടാവും. സൽകീർത്തി വരുമ്പോൾ ദൈവത്തെ മറന്നിട്ട് ഹൃദയം കഠിനമാകുന്ന ഈ രണ്ട് കാര്യത്തിനുമല്ല ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ബാലൻസ്ഡ് മിനിസ്ട്രിയാണ് ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നെന്നുള്ള വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വചനം എന്നെ എപ്പോഴും എല്ലായ്പ്പോഴും എന്നെ 2 കൊരിന്ത്യർ എടുക്കേണ്ട, ഞാൻ ആ ഭാഗം നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. 6-ാം അധ്യായത്തിൽ പറയുന്ന ആ വാക്ക് എന്നെ എപ്പോഴും ശക്തീകരിക്കും. ഞങ്ങളോ സത്യവാന്മാർ എന്നിട്ടും ചതിയന്മാരെന്ന് ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾക്ക് ദുഷ്കീർത്തിയുമുണ്ട് സൽകീർത്തിയുമുണ്ട്, ഞങ്ങൾക്ക് മാനവുമുണ്ട് അപമാനവുമുണ്ട്, ഞങ്ങൾക്ക് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട്, അതെ ഞങ്ങൾക്ക് ആഹാരവുമുണ്ട് പട്ടിണിയുമുണ്ട്. നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ ഇത് പറഞ്ഞാലോ, അയ്യോ ദുഷ്കീർത്തിയോ അതെല്ലാം പിശാച് കൊണ്ടിരുന്നു, അയ്യോ അപമാനമോ അതെല്ലാം പിശാച് കൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ അപ്പോസ്തലന്മാരുടെ അടുത്തൊന്ന് ചെന്നേ, അവരോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് ഒന്ന് ദൈവവചനം ഒന്ന് വായിച്ചേ ചിന്തിച്ചേ, അപ്പൊ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം കൂടെ ചേർന്നൊരു പാക്കേജാണ് ക്രിസ്ത്യൻ ലൈഫ്. എന്തിനാണെന്നറിയാമോ? നമ്മളെ കൊള്ളാവുന്നവരായി തെളിയിക്കാൻ. സൽകീർത്തി അനുഭവിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ദുഷ്കീർത്തി വരുമ്പോൾ നാം ചെയ്തതിനല്ല കേട്ടോ, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തതിന്
ദുഷ്കൃതി ഉണ്ടാകുമ്പോൾ, നമ്മളെ മാനം നേടി അങ്ങോട്ട് പോകുമ്പോൾ, നമ്മൾ ചിന്തിക്കാത്തൊരു സമയത്ത് അപമാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുകയാണ്. എങ്ങനാണ് മാനത്തിൽ പ്രതികരിച്ച പോലെ തന്നെ അപമാനത്തിൽ നമുക്ക് ദൈവഹിതപ്രകാരമുള്ള പ്രതികരണവും നമ്മുടെ സ്വഭാവവും നമുക്കുണ്ടോ എന്നറിയേണ്ടതിന് പരിശുദ്ധ ആത്മാവ് നമ്മളെ നടത്തുമ്പോൾ എന്താ പറയണ്ടേ, ആവർത്തന പുസ്തകത്തിൽ പറയുന്ന പോലെ എന്താണ്, ഞാൻ നിങ്ങളെ ഒരപ്പൻ മക്കളെ ശിക്ഷിച്ചെന്നാണ് നമ്മുടെ എല്ലാം മലയാളം വേഷൻ. ശരിക്കും ഞാൻ ഒരപ്പൻ മക്കളെ ഡിസിപ്ലിൻ ചെയ്യുന്ന പോലെ, ശിക്ഷണത്തിൽ കൂടി നടത്തുന്ന പോലെ ഞാൻ നിങ്ങളെ നടത്തി. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം വിശപ്പിക്കുമാറാക്കി. എന്താണെന്നറിയോ, നിങ്ങളുടെ ഉദരത്തിൽ, നിങ്ങളുടെ വയറിനകത്ത് വിശപ്പുണ്ടാകുമ്പോൾ എനിക്കറിയണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നറിയേണ്ടതിന് ഞാൻ നിങ്ങളെ മനഃപൂർവ്വം മരുഭൂമിയിൽ വിശപ്പിക്കുമാറാക്കി. അപ്പൊ ദൈവം നടത്തുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ എന്തെന്നാണ് അറിയണമെങ്കിൽ ചിലപ്പോൾ ഉദരം ഒന്ന് വിശക്കേണ്ട വരും, ചിലപ്പോൾ ഉദരം ഒന്ന് അടയേണ്ട വരും, ചിലപ്പം സൽകീർത്തികളുടെ നടുവിൽ ദുഷ്കീർത്തി അനുഭവിക്കേണ്ടി വരും, സ്നേഹിച്ചവരെ തന്നെ യാഗമായി അർപ്പിക്കണോ എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. എന്തിനെന്നറിയാമോ, ദൈവത്തിനറിയണം ദൈവം ഉദരം അടച്ചാൽ ഹൃദയത്തിൽ നിന്തു വരും. ദൈവം അപമാനങ്ങളെ അഴിച്ചുവിട്ടാൽ, നമുക്ക് നേരെ ദുർവർത്തമാനങ്ങളെ അഴിച്ചുവിട്ടാൽ നമ്മുടെ ഹൃദയം ദൈവത്തോടും മനുഷ്യരോടും എങ്ങനെ പ്രതികരിക്കും? നാം അമർഷ്ടമുള്ളവരായി, ദൈവത്തോട് പിണങ്ങിയവരായി, ഹൃദയ കാഠിന്യമുള്ളവരായി, എനിക്ക് നിന്റെ വചനം കേൾക്കണ്ട, എനിക്ക് നിന്നെ ശുശ്രൂഷിക്കണ്ട, സേവിക്കണ്ട, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, നന്മ ചെയ്തിട്ടും തിന്മ വരുന്നു, എന്നെ കൂടെ നടക്കത്തില്ല, ആരും എന്നെ ഉൾക്കൊള്ളുന്നില്ലെന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ, തകർന്ന, ദൈവത്തിന് വിരോധമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുമോ? അതോ കർത്താവേ, നീ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും നിലത്തു വീഴുകയില്ല, അതുകൊണ്ട് നീ അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും വിശ്വസ്തയോടെ ഞാൻ നിന്നെ സേവിച്ചു കൊള്ളാം. കാരണം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നറിയുവാൻ തക്കവണ്ണം നീ എന്നെ മനഃപൂർവ്വമായി ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ, പണിഷ് ചെയ്യുമല്ല, ഡിസിപ്ലിൻ, ശിക്ഷണം ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഒരിക്കലും കൊള്ളരുതാത്തവനായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയുവാനും വിശ്വാസത്തിന്റെ പരിശോധനയിൽ പൊന്നുപോലെ പുറത്തു വരുവാനുള്ള സന്ദർഭങ്ങളാണ്. പക്ഷേ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, വളരെ വേദനയോടെ പറയട്ടെ, ഈ തലമുറയിൽ അത് വളരെ വിരളമായിരിക്കുന്നു. കാരണം അടയ്ക്കുന്നത് പിശാചും തുറക്കുന്നത് ദൈവമാണെന്നുള്ള ഒരു തിയോളജി എങ്ങനെയോ സഭയ്ക്കകത്ത് ദുരുപദേശമായി നുഴഞ്ഞു കയറിയിരിക്കുന്നു. നാം ഒരാവശ്യത്തിന് ചെല്ലുമ്പോൾ ഒരു വാതിൽ അവിടെ അടഞ്ഞു കിടന്നാൽ അത് പിശാചാണെന്നും, നമ്മൾ ഒരാവശ്യത്തിന് ചെല്ലുമ്പോൾ വാതിൽ തുറന്നാൽ അത് ദൈവമാണെന്നും, ഗർഭാശയം അടഞ്ഞു കിടന്നാൽ അത് പിശാചാണെന്നും, തുറന്നാൽ അത് ദൈവമാണെന്നുള്ള ഒരു ഹെറസി തന്നെ, വചനവിരുദ്ധമായ ഒരു ഫോൾസ് ടീച്ചിങ് തന്നെ സഭയ്ക്കകത്തേക്ക് ഒരു നല്ല കുപ്പിയിൽ വളരെ തിളക്കമുള്ള ഒരു നല്ല ഗിഫ്റ്റ് പാക്കിൽ പൊതിഞ്ഞ ഒരു ചീത്ത സാധനം പോലെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറുമ്പോൾ ദൈവമക്കൾക്ക് പോലും അത് വിവേചിച്ചറിയുവാൻ, അതിന്റെ ഭേദാഭേദങ്ങളെ അതിനെ ഡിസേൺ ചെയ്യുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരൊറ്റയൊരാളും അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഒരാൾക്കും അങ്ങനെ ഞങ്ങളുടെ ശരീരത്തിൽ ബന്ധനമാണെന്ന് പറഞ്ഞ ബന്ധനത്തെ അഴിച്ചു കൊടുക്കാൻ ഒരാളുടെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കത്തില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന അബ്രഹാമിനെയും സാറയാണെങ്കിൽ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും മാതാവായ സാറയും ഹന്നയും ആണെങ്കിൽ, ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുവിനെ ആണെങ്കിൽ, മരണത്തെ ജയിച്ച് ജയവീരനായ ക്രിസ്തുവിനെ ആണെങ്കിൽ, കാരാഗ്രഹത്തിനകത്ത് ബന്ധനസ്ഥനായി കിടക്കുമ്പോഴും ക്രിസ്തുവിൽ സന്തോഷിച്ച പൗലോസിനെയാണ് ഞങ്ങൾ, പൗലോസിനോട് ചേർന്നാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഞങ്ങൾക്ക് ദൈവത്തിനല്ലാതെ താഴ്ചയിലും ഉയർച്ചയിലും മഹത്വം കൊടുക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. വേറെ ആർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിത്തമില്ല. ഞങ്ങളുടെ താഴ്ചയുടെ പങ്കാളിത്തവും ദൈവത്തിന്, ഞങ്ങളുടെ ഉയർച്ചയുടെ പങ്കാളിത്തവും ദൈവത്തിന്. ഞങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിലും ദൈവം ഏറ്റെടുത്ത തുണ, ഞങ്ങളുടെ ഉയർച്ചയിലും മഹത്വം അവന്. ഇത് ഭക്തന്മാർ, പൂർവ്വപിതാക്കന്മാർ വ്യക്തമായി തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഈ ദൈവം ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്ക് ചേർന്ന് ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് ഒന്നുകൂടെ ചോദിക്കുന്നു. നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയെ,
ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തയെ നമ്മുടെ വിശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവം വിശ്വസ്തനാണ്. അവൻ അത് നിവർത്തിക്കും. എന്ത്? നിങ്ങൾ കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുത്ത വചനങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾ കോണ്ടെക്സ്റ്റിൽ തന്നെ നിൽക്കുന്ന വചനങ്ങളും ധാരാളം കേട്ടിട്ടുണ്ടാകാം, എനിക്കറിയില്ല. നാം തമ്മിൽ മുൻപരിചയമില്ല. പക്ഷെ ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, ഇങ്ങനെ ദൈവവചനങ്ങൾ വായിക്കുമ്പോൾ ആരെങ്കിലും 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാം വാക്യം എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണം, അയ്യോ അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമോ, അപ്പം ബൈബിളിൽ നിന്ന് ആരെന്തെടുത്താലും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഹൃദയം, അതായത് ദേഹി, പ്രാണൻ, സോൾ അല്ലെങ്കിൽ റീന, ഞാൻ, ഇതൊക്കെയാണ് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ എന്ന ആ ദേഹി തുടിക്കും, എന്റെ ദേഹി തുടിക്കും. ബൈബിൾ, ഇന്ന് ദൈവം എന്നോടാ സംസാരിച്ച്, എനിക്ക് മക്കളെ തരാൻ ദൈവം വിശ്വസ്തനാണ്, എനിക്ക് മക്കളെ തരാൻ ദൈവം വിശ്വസ്തനാണ്, ഒരു സംശയവും. ഏത് സമയത്തും അതിനെയും എല്ലാം അവസാനിച്ചാലും ആരംഭിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അവസാന ശ്വാസം വരെ വിശ്വസിക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം, ഒരു വ്യക്തി എന്നല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ സ്വഭാവത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അതായത് എന്റെ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്ന സത്യവചനത്തെ ഈ എന്റെ പേഴ്സണൽ ഡിസയറിന് വേണ്ടി ഉപയോഗിക്കാൻ എനിക്ക് ഒരു റൈറ്റുമില്ല. എന്താ സംഭവിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക്, അതെ, എന്താ പറയണ്ടേ, നമ്മളെ വെളിപ്പെടുത്തുന്ന ആയിരക്കണക്കിന് വചനങ്ങൾ വേദോസ്തത്തിലുണ്ട്. പക്ഷേ എന്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷന് വേണ്ടി, എന്റെ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി, എന്റെ അശുദ്ധിയെ നീക്കുവാൻ, എന്റെ മാലിന്യങ്ങളെ നീക്കുവാൻ, എന്റെ ക്യാരക്ടറിനെ ശുദ്ധീകരിപ്പാൻ ദൈവവചനം എനിക്ക് തരുന്ന പ്രോമിസിനെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായി കണക്ട് ചെയ്താൽ, എന്റെ ആഗ്രഹങ്ങളുമായി കണക്ട് ചെയ്താൽ, എന്റെ ഇല്ലായ്മയുമായി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവം മക്കളെ തരും, അല്ലെങ്കിൽ ദൈവം വീട് തരും, ദൈവം പല ആവശ്യങ്ങൾ സാധിപ്പിക്കും, വിസ നൽകി തരും, ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ വിദ്യാഭ്യാസം കൊടുക്കും. പക്ഷെ നമുക്ക് ഒടുവിൽ എന്ത് നഷ്ടമാകുമെന്ന് അറിയാമോ? സാങ്ക്ടിഫിക്കേഷൻ എന്ന പ്രോസസ് നമ്മൾ നടക്കത്തേയില്ല. സാങ്ക്ടിഫിക്കേഷൻ നടന്നില്ല, എന്താ പ്രശ്നം നടക്കുന്നത്? സാങ്ക്ടിഫിക്കേഷൻ നടന്നില്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ നടക്കത്തില്ല. അതായത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, രക്ഷയുടെ 3 ഘട്ടങ്ങളായ ത്രീ സ്റ്റേജസ് ഓഫ് സാൽവേഷൻ ആയ ഫസ്റ്റ് സ്റ്റേജ് ജസ്റ്റിഫിക്കേഷൻ, സെക്കൻഡ് സാങ്ക്ടിഫിക്കേഷൻ, തേർഡ് ഗ്ലോറിഫിക്കേഷൻ. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ത്രികാല അനുഭവങ്ങളാ. വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആ വലിയ മഹത്തായ പദ്ധതിയിൽ വിഭാവന ചെയ്ത നമ്മുടെ രക്ഷയുടെ 3 സ്റ്റേജസിലെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ട ആ ശുദ്ധീകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. എന്താ നിവർത്തിക്കുന്നേ? 23-ാം വാക്യം ഒന്നുകൂടി ഇവിടെ വായിക്കാം, നമുക്ക് കേൾക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കാക്കപ്പെടുമാറാകട്ടെ എന്നിട്ടാണ് പറയുന്നത്, കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും. വിശ്വസ്തനാന്നിട്ട് അടുത്തത് അവൻ അത് നിവർത്തിക്കും. അവൻ എന്ത് നിവർത്തിക്കും? നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചാണോ പറയുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇച്ചിരി ഡിലേ വരുന്നതല്ല. എന്നറിയോ? ഈ ആഗ്രഹങ്ങൾ ഒരാവശ്യമായി വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ദൈവം നിവർത്തിച്ചോളൂ. കാരണം പലതും സമയത്തിന് മുമ്പേ ദൈവം നിവർത്തിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതിന്റെ റോങ് കോൺസിക്വൻസും ഫേസ് ചെയ്യേണ്ട നമ്മളാ. കാരണം നമുക്ക് ഒരു ബോധവും ഇല്ലാത്തൊരു കാര്യം എന്നറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ റൊമാൻസ് നമുക്ക് അറിയത്തു പോലുമില്ല എന്തെപ്പം വേണം, ആർക്ക് ഏത് സമയത്ത് എന്തു വേണം.
ഏത് കിട്ടിയാൽ നമുക്ക് എപ്പം പ്രയോജനപ്പെടും, അത് എപ്പം കിട്ടിയാൽ പ്രയോജനപ്പെടും, അത് ഏത് അളവിൽ കിട്ടിയാൽ പ്രയോജനപ്പെടും, ഒരു ഐഡിയ ഇല്ലാത്തവരാ നമ്മള്. നമുക്കറിയാവുന്നത് വേണ്ടതെല്ലാം ഒരു ലിസ്റ്റ് നിരത്തി ദൈവസേനി പ്രാർത്ഥിക്കാൻ അറിയാം. പക്ഷെ എപ്പോൾ ഇത് എങ്ങനെ കിട്ടിയാൽ അത് നമുക്കും ദൈവനാമ മഹത്വത്തിനും പ്രയോജനപ്പെടുന്നത് കൃത്യമായി അറിയുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അത് നമ്മുടെ വീക്ക്നെസ്. അതിനകത്ത് ദൈവം നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അതൊരു വിക്കറ്റ്നെസ് അല്ല, അത് വിക്കറ്റ്നെസ് അല്ല. നമ്മൾ ഒരു വീക്ക്നെസ് ആണത്. നമുക്കൊരു വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് കർത്താവ് അത് അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. തന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവമാണ്. ശൈശവ പ്രായത്തിലൊക്കെ നമ്മൾ പിണങ്ങാതിരിക്കാനും നമ്മൾ ഇറാതിരിക്കാനും ഒക്കെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഷാട്ടെ ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. കർത്താവ് നമ്മളെ എന്തിനറിയോ, ഓരോ കാര്യവുമായി നമ്മൾ ദൈവത്തിന് അടുത്ത് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്തിട്ട് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യും. പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻ. ഈ പ്രെയർ അങ്ങനെ കർത്താവ് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മോൾഡ് ചെയ്തെടുക്കും. എന്താണെന്നറിയോ, നമ്മൾ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി. അപ്പൊ ഞാൻ ഈ പറയാൻ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനാണ് എല്ലാ കാര്യങ്ങളിലും. ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് ഒരു സംശയമില്ല. ഇവിടെ ആകെ സംശയമുള്ള കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ചല്ല. ദൈവം സംശയിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യന്റെ വിശ്വസ്തയെ കുറിച്ച്. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഒരുനാൾ വിശ്വസ്തന്മാരെ കണ്ടെത്തുവോ? ഇവിടെ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് ഒരു നാളും ഭംഗം വന്നിട്ടില്ല, കുറവ് വന്നിട്ടില്ല, വരികയുമില്ല. പക്ഷെ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് പകൽ ഇത് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, രക്ഷയുടെ ത്രികാല അനുഭവങ്ങളിൽ അതിന്റെ സെക്കൻഡ് സ്റ്റേജായ ഒന്നാമത്തെ അനുഭവമായ നീതീകരണം, അതായത് ആത്മരക്ഷ, പാപ വിമോചനം എന്ന കുറ്റം കൂടാതെ പാപത്തെ മോചിച്ച് നമ്മളെ സ്വതന്ത്രരാക്കിയ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ജസ്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ നീതീകരണം, അല്ലെങ്കിൽ പാപ മോചനം, വീണ്ടെടുപ്പ്. ഇത് രക്ഷയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നറിയാമോ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും, ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. സ്പിരിറ്റിന്റെ റിഡംഷൻ ക്രിസ്തുവിൽ അത് പരിപൂർണമാണ്. നമ്മൾ ഒന്നും ആഡ് ചെയ്യേണ്ട, ഒരു പ്രവൃത്തികളും അതിന് കാരണമല്ല. ദൈവം നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്താൽ നാം ദൈവമക്കളായി വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ ലേഖനങ്ങളുടെയും സെക്കൻഡ് പാർട്ട്, എല്ലാ ലേഖനങ്ങളുടെയും ഫസ്റ്റ് പാർട്ട് എന്തുവാ? ജസ്റ്റിഫിക്കേഷന്റെ ആ തിയോളജിയാണ് എല്ലാ ലേഖനങ്ങളുടെയും ആദ്യ ഭാഗത്ത്. അപ്പോസ്തലനായ പൗലോസ് ശക്തമായി സഭയോട് പറയും, നീതീകരണത്തെ കുറിച്ച്, നാം ദൈവമക്കളാകുന്നു എന്നുള്ളതിനെ കുറിച്ച്, നമ്മൾ എവിടെ നിന്ന് എവിടേക്കാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തത്തില്ല. അവിടെ ഇനി നമ്മൾ വീണ്ടെടുത്തു കേട്ടോ. ഇനി ഇന്നത്തെ തിയോളജി ഞാൻ പറയാം. ഇന്നത്തെ തിയോളജി എങ്ങനെയാണെന്നറിയോ, നമ്മളെ വീണ്ടെടുത്തു, നമ്മൾ ദൈവമക്കളാ, ഇനി ഒരിടത്തും ലജ്ജിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും. സങ്കീർത്തനത്തിലെ ഒരു ഞാനും പ്രാർത്ഥിച്ചിട്ടുള്ളതാ, കർത്താവേ അങ്ങയുടെ നാമം എന്താണ് നിന്ദിക്കപ്പെടുവാൻ ഇടയാകരുതേ. എന്തിനാ നമ്മൾ പറയുന്നറിയോ, നമുക്ക് സമയത്ത് കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ നാം നിന്ദിക്കപ്പെടും എന്നൊരു തെറ്റിദ്ധാരണയല്ല നമ്മൾ ജീവിക്കുന്നേ. കർത്താവ് ഞങ്ങൾ എക്സാമ്പിൾ ഞങ്ങളെ എടുക്കാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ലല്ലോ. ഞങ്ങളുടെ എക്സാമ്പിൾ എടുക്കാം. എടത്വായിൽ നിങ്ങൾക്കറിയാലോ, എടത്വ റോമൻ കത്തോലിക്കരുടെ കോട്ടയാന്ന് നിങ്ങൾ കേൾവി കാണുമല്ലോ. എടത്വ പള്ളി അതെത്ര പ്രസിദ്ധമാണെന്നും എടത്വ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ കത്തോലിക്കരുടെ കോട്ടയിൽ നടുവിൽ നിറങ്ങി തിരിച്ച് ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ ഞങ്ങൾക്ക് മക്കളെ തരാത്തതുകൊണ്ട് അങ്ങയുടെ നാമം എടത്വായി ദുഷിക്കപ്പെടരുതേ, അങ്ങയുടെ നാമം എന്ത് സംഭവിക്കും? നമുക്കൊരു വിചാരമുണ്ട്, ഒന്ന് തുമ്മിയാ തെറിക്കുന്ന മൂക്ക കർത്താവിന്റെ എന്ന്, കർത്താവിന്റെ നാമമെന്ന്. അതായത് തന്നെ സേവിക്ക് തന്റെ മക്കൾക്ക് സമയത്തിന് വീട് കിട്ടിയില്ലെങ്കിൽ, സമയത്തിന് പിള്ളേരെ കിട്ടിയില്ലെങ്കിൽ, സമയത്ത് അവരുടെ കുഞ്ഞുങ്ങൾ നല്ല മാർഗം മേടിച്ചില്ലെങ്കിൽ, അവര് സെറ്റിൽ ആയില്ലെങ്കിൽ, അവർ എസ്റ്റാബ്ലിഷ് ആയില്ലെങ്കിൽ തീർന്നു. ഇടത്തായി പിന്നെ ദൈവനാമം ദുഷിക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് തലയുയർത്താൻ പറ്റത്തില്ല. കാരണം ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് പിള്ളേരില്ലാതെ നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കാൻ നടക്കുക, നിങ്ങൾ എന്തോ ദൈവനാമം ഉയർത്താൻ നടക്കുക. ഞങ്ങളപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വേല ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല, അത് നടക്കുന്നവരുണ്ടായിരിക്കാം, അവിടെ ചെലവാക്കിക്കോണം.
ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കാരണം പുനരുത്ഥാനത്തിന്റെ പ്രസംഗിക്കേണ്ട യെരൂശലേമിൽ, യഹൂദ്യ ദേശത്ത്, ഗലീല ദേശത്ത് എന്ത് കള്ളക്കഥയാ പ്രചരിച്ചേ? അതായത് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അവന്റെ ശിഷ്യന്മാർ പടയാളികൾ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ അവനെ കട്ടുകൊണ്ടു പോയതാണ് എന്ന് കള്ളക്കഥ പ്രചരിപ്പാൻ പടയാളികൾക്ക് കൈക്കൂലി കൊടുത്ത് ആ കഥ ഇന്ന് വരെ എന്ന് വെച്ചാൽ ആ തിരുവെഴുത്ത് എഴുതുന്നത് വരെ പ്രചരിച്ചു വരുന്നു എന്നെഴുതിയ നാട്ടിൽ എന്ത് സംഭവിച്ചു? അപ്പോസ്തലന്മാർ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടുകൂടെ എഴുന്നേറ്റങ്ങോട്ട് നിന്നിട്ട് എവിടെ കള്ളക്കഥ പ്രചരിച്ചോ അവിടെ തന്നെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചു. അതായത് കള്ളക്കഥ കൊണ്ട് ഒതുക്കാൻ കഴിയുന്നതല്ല പുനരുത്ഥാനത്തിന്റെ ശക്തി. ആരെങ്കിലും നിന്ദിക്കുന്നതുകൊണ്ട് തീരുന്നതല്ല യേശുവിന്റെ മക്കളുടെ ജീവിതത്തിന്റെ ആ എന്താ പറയണ്ടേ, ആ ക്വാളിറ്റിയും ആ സാക്ഷ്യവും. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, പലരും നമ്മളെ പലതും പറഞ്ഞ് പേടിപ്പിക്കും, പലതും പറഞ്ഞ് നമ്മുടെ ഇല്ലായ്മകളെ തന്നെ പോയിന്റ് ചെയ്തിട്ട്, നമ്മുടെ ഇല്ലായ്മകളെ തന്നെ മുൻനിർത്തിയിട്ട് നമുക്കതിന് യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വരും, ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യൂദ ഒരു മുടിരാത്രി മുഴുവനും പ്രാർത്ഥിച്ച് യേശു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ തൂങ്ങി മരിച്ച് അല്ലെങ്കിൽ കുടൽ തെറിച്ചുപോയി ഒരു വളരെ ദുർമരണം സംഭവിച്ചിട്ട് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്ന് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, ദൈവരാജ്യം പ്രസംഗിച്ച് ഭൂതങ്ങളെ പുറത്താക്കിയ ഒരു 12 പേരിൽ ഒരുവനായ യൂദ അതേ ദേശത്ത് ആത്മഹത്യ ചെയ്തിട്ട് ഒതുക്കി കളയാൻ പറ്റിയോ? സുവിശേഷത്തെയോ യേശുവിന്റെ നാമത്തെയോ ദൈവനാമത്തിന്റെ മഹത്വം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഭാഗം? അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിട്ട്, അയ്യോ കർത്താവേ, അങ്ങയുടെ നാമം ദുഷിക്കപ്പെട്ടല്ലോ, ഞങ്ങൾ ഇനി എങ്ങനെ ഇവിടെ എഴുന്നേൽക്കും, ഞങ്ങൾ എങ്ങനെ പ്രസംഗിക്കുമെന്നല്ല അവർ പറഞ്ഞേ. ആ നാശയോഗ്യൻ അവൻ സ്വയം തന്റെ നാശത്തിന് കാരണമായി തീർന്നു. അതിനു പകരമുള്ളവരെ തെരഞ്ഞെടുക്കുവാനുള്ള ആഹ്വാനം കൊടുത്തു. എന്റെ പ്രിയരെ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മൾ തെറ്റിദ്ധാരണയിൽ ക്രിസ്ത്യ ജീവൻ നയിക്കരുത്. അവരിങ്ങനെയല്ല പ്രാർത്ഥിച്ച, കർത്താവെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങയുടെ സാക്ഷി ആകണമെന്ന്, പക്ഷെ നീ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ കൂട്ടത്തിൽ 3.5 വർഷം ഒന്നിച്ചുണ്ടുറങ്ങിയ ശുശ്രൂഷ ചെയ്ത ആള് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നിരിക്കാ പറയുന്നത്. അത് യഹൂദ്യയിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നല്ലോ, നാട് മുഴുവനും അറിഞ്ഞു, നാട്ടാര് മുഴുവനും അറിഞ്ഞു, നാണം കേടായി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യണം? യഹൂദ്യ ദേശത്ത് നിൽക്കണ്ടേ? ആൾക്കാർ ചോദിക്കത്തില്ല, നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ചേ, അവരുടെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അവര് ശക്തമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അവൻ നാശയോഗ്യനായിരുന്നു, അവന് ദൈവത്തിന്റെ യേശുവിന്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ചതായിരുന്നു, യേശുവിന്റെ സ്നേഹം അനുഭവിച്ചാണ്. അവൻ കള്ളനായിരുന്നിട്ടും പണസഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ടും പരസ്യമായി അവനെ അപമാനിച്ചില്ല. അവന് അവസാന നിമിഷം വരെ മടങ്ങി വരുവാൻ ഉള്ള അവസരം കൊടുത്തു. പക്ഷെ ദൈവം കൊടുത്ത സുവർണ അവസരങ്ങളെ, കൃപയുടെ അവസരങ്ങളെ നഷ്ടമാക്കി, പാഴാക്കി ദ്രവ്യാഗ്രഹിയായവൻ അവൻ നശിച്ചു പോയെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്ന ആരും ആ ദ്രവ്യാഗ്രഹയുടെ പേരിൽ അവർ അകത്തിരുന്നില്ല. അവർ പുറത്തേക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ വന്നിട്ട് യേശുവിന്റെ സാക്ഷികളായി തീർന്നു. അതിനു പകരം ആരെയും കിട്ടത്തില്ലെന്നല്ല പറഞ്ഞേ, അതിനു പകരം 2 പേർ വന്നപ്പോൾ അതിലൊരാളെ ചീട്ടിട്ടെടുത്തു. ആ സ്ഥാനത്തേക്ക് ആ കുറവ് നികത്തി അവരുടെ വേല തുടർന്നു. 2 വെല്ലുവിളികളാ. ഒന്ന്, ഇവർ പറയും യേശുവിനെ നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്നു, ദൈവമോ അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ എവിടെയുണ്ട്? വിശ്വസിക്കല്ലേ. അപ്പൊ പടയാളികൾ പറയും, ഇത് കട്ടോണ്ട് പോയതാ. വേറൊരു കൂട്ടർ മാറി എന്ന് പറയും, ഒരാള് തൂങ്ങി മരിച്ചതാ. എന്നിട്ട് ഈ 2 അപമാനങ്ങളുടെ, 2 ദുഷ്കീർത്തികളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഭക്തന്മാരെ ശക്തീകരിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഉയർത്തിയപ്പോൾ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ സകല കള്ളക്കഥകളുടെ നടുവിൽ, സകല ദുഷ്പ്രചരണങ്ങളുടെ നടുവിൽ ഒറ്റയടിക്ക് സകല സംശയങ്ങളെ നീക്കി, സകല ചോദ്യങ്ങളെ നീക്കി, എല്ലാ ദുഷ്കീർത്തികളുടെ നടുവിലും എന്ത് സംഭവിച്ചു? കർത്താവിനുള്ളവർ വേർപെട്ടു.
പ്രിയരെ, ദൈവത്തിന് വിളിയും തെരഞ്ഞെടുപ്പും അത് നമ്മുടെ ഏതെങ്കിലും ഇല്ലായ്മ കൊണ്ട് ദുഷിക്കപ്പെടുന്നതല്ല. ബാലിശമായി ശൈശവമായി നമ്മൾ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ ഓർക്കാൻ മറക്കല്ലേ. എന്താണെന്നറിയോ? അബ്രഹാമിനെ മറക്കല്ലേ, സാറയെ മറക്കല്ലേ. ഊരിന്റെ ദേശത്ത് നിന്ന് വിഗ്രഹാരാധികളായിരുന്നവരെ പുറത്തു കൊണ്ടുവന്നിട്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ട് അവർ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല, കർത്താവേ, കനാൻ ദേശത്ത് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ, ലോത്തിന് നല്ല 2 പെൺമക്കളുണ്ടല്ലോ, ഞങ്ങൾ മാത്രം നിന്നെ, അതെ, നിന്റെ ഹിതം പോലെ നിന്നെ ആരാധിച്ച് യാഗമർപ്പിച്ചിട്ട് നിന്റെ നാമം ഇവിടെ ദുഷിക്കപ്പെടുമല്ലോ എന്നുള്ള ബാലിശമായ പ്രാർത്ഥന അവർക്കില്ലായിരുന്നു. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, അപ്പം ദൈവനാമം പിന്നെ ദുഷിക്കപ്പെടുന്ന എപ്പോഴാ? സ്വാഭാവികമായ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉയരാം, എനിക്കും ഉയരാം. എപ്പോഴാണെന്നറിയാവോ? ഉണ്ട്, ദൈവനാമം ദുഷിക്കപ്പെടും. എപ്പോഴാ? വായിച്ചിട്ടുണ്ടോ വേദഭാഗത്തില്? എപ്പോഴാ ദുഷിക്കപ്പെടുന്ന അറിയാമോ? ദൈവം അത് റോമാലേഖനത്തിൽ അത് കോട്ട് ചെയ്യുകയാണ് പ്രവചന പുസ്തകത്തിൽ നിന്ന്. എന്താണെന്നറിയാമോ പറഞ്ഞേ? എന്റെ ജനം ജാതിയുടെ ഇടയിൽ എന്റെ നാമത്തെ ദുഷിക്കുന്നു. എങ്ങനെയെന്നറിയോ? ജീവനുള്ള ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ സേവിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിഗ്രഹങ്ങൾക്ക് കൊടുത്ത് സ്വന്തം ജീവിതത്തെ മലിനപ്പെടുത്തി ജീവിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കാണ്, എന്റെ ജന നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെട്ടു. ഈ ഒരു കാര്യത്തിൽ ദൈവമക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നാം പ്രാർത്ഥിച്ചിട്ട് കാലാകാലങ്ങളായി നാം ദൈവത്തോട് നിലവിളിച്ചിട്ടും അഭയാചനയും കഴിച്ചിട്ടും ദൈവം മൗനമായിരിക്കുന്ന വിഷയത്തെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നമ്മളെ നടത്താൻ ദൈവം ശക്തനാ. നാം വളരെ കൺസേൺ ആകണ്ട, നാം കെയർഫുൾ ആകണ്ട, നാം ബോധർ ചെയ്യേണ്ട വിഷയം ചോദിച്ചാൽ, എപ്പോഴെങ്കിലും എന്റെ സ്വഭാവത്തിന്റെ വൈകല്യം നിമിത്തം, എന്റെ പ്രവൃത്തി നിമിത്തം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു ജീവിത രീതി നിമിത്തം, ഞാൻ നിമിത്തം എന്റെ കർത്താവിന്റെ നാമം എവിടെങ്കിലും ദുഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം വളരെ കൺസേൺ ആയിരിക്കും. പക്ഷെ എന്ത് സംഭവിച്ചു? സാത്താൻ എങ്ങനെ എന്താ ഇത് ദോഷം മറിച്ചിടുന്ന പോലെ എങ്ങനെ കാര്യത്തെ മറിച്ചിട്ടെന്നറിയാവോ? നമ്മുടെ എല്ലാ ശ്രദ്ധ പേഴ്സണലായ കാര്യത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് വിട്ടു? നമ്മളുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ രീതികളോ നിമിത്തം വീട്ടിലോ സഭയിലോ ബന്ധങ്ങളിലോ നാട്ടിലോ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ ശ്രദ്ധ കൊണ്ടിരത്തില്ല. അത് നിമിത്തം ദൈവനാം ദുഷിക്കപ്പെടുന്ന ഒരു കൺസേണോ ഒരു കെയർഫുൾ ലൈഫോ ഇല്ലാതാക്കിക്കൊണ്ട് മുഴുവൻ ചിന്തയും ആൾക്കാർ ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ ദൈവമക്കളെ ഉത്തരം കൊടുത്താൽ? ദൈവം യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഐഡിയ ഇല്ല, എനിക്കറിയില്ല. ദൈവം നടത്തുന്ന വഴിയിലൂടെ ഞാൻ നടക്കാൻ തയ്യാറാ. നിങ്ങൾ എന്നോട് എപ്പോൾ എങ്ങനെ എന്ത് ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പൊ കാര്യമൊക്കെ ശരിയാ, എല്ലാം ഉണ്ട്, പക്ഷെ ആട്ടുകുട്ടി എവിടെ? അത് മോനെ ഒറ്റ ഇത്രയേ ഉള്ളൂ മോനെ, എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, The Lord will provide. ഒരു ദൈവവൈതൽ, വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ അറിഞ്ഞിരിക്കണം, എല്ലാ ചോദ്യത്തിനും വ്യക്തമായി ഉത്തരം കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ല, നാം ദൈവമല്ല, ദൈവം മക്കളാണ്. ദൈവമക്കൾ കൊടുക്കേണ്ട ഉത്തരം ദൈവമക്കൾ കൊടുത്താൽ മതി. ദൈവം കൊടുക്കേണ്ട ഉത്തരം അപ്പൊ ദൈവം കൊടുത്തു. നാം ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കരുത്. അവരങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഇതിനൊന്നും നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിന്റെ വേദനയുടെയും നമുക്ക് ഹിതമല്ലാത്ത വഴിയിലൂടെയും ദൈവം നമ്മളെ നടത്തുമ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ ദൈവത്തിന് പ്രസാദവും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദവുമാണ്. Are we fruitful for the Lord? Yes. ജീവിതം വളരെ പ്രയാസമായിരിക്കും കടന്നു പോകുന്നത്, പക്ഷെ ചോദ്യം, അപ്പോഴും ഫലം കായ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എന്റെ മെസ്സേജിലേക്ക് മടങ്ങി വരാം. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ആ നിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടണം. ഒരു വലിയ ദൈവിക പദ്ധതി പറഞ്ഞിട്ട് ആ ദൈവിക പദ്ധതിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങേണ്ട പ്രോമിസ് ആണ് God is faithful. നമ്മൾ പറയുകയാണ്, കർത്താവ് ഇതെങ്ങനെ സാധിക്കും? കർത്താവ് ഇതെങ്ങനെ സാധിക്കും? സ്പിരിറ്റിനെ അവിടെ റെഡീം ചെയ്തു, പക്ഷെ പ്രാണനെ, ക്യാരക്ടറിനെ എങ്ങനെയാണ് മോൾഡ് ചെയ്യണ്ടേ? എങ്ങനെയാണ് ഈ സ്വഭാവ വിശദീകരണം ഡെയിലി നടക്കണമല്ലോ. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന പോലെ ദിനംതോറും ചാകണമല്ലോ, എങ്കിലേ അധികം വിളവുണ്ടാകത്തുള്ളല്ലോ. How is it possible? It's impossible for me. ഞാൻ പറയുകയാണ്, എന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിയാഞ്ഞ പോലെ അത് കർത്താവ് ചെയ്തെങ്കിൽ
വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഓർത്തോണം, നമ്മുടെ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. പ്രാണനെയും അതെ സാങ്ക്ടിഫൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മുടെ ദേഹത്തിന്റെ തേജസ്കരണം നടക്കുന്നത്. ഈ പ്രോസസ്സിന് നമ്മളെ സഹായിക്കാൻ ദൈവത്തിന്റെ വിശ്വസ്തത മതിയായതാണ്. ഇവിടെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 5:23, 24 നമ്മൾ വായിച്ചേ. ഇനി ഈ പ്രോസസ് ദൈവത്തിന്റെ ഹിതമാണോ? അതെ, 1 തെസ്സലോനിക്കർ 4:3 നമുക്കൊന്ന് വായിക്കാം. 4:3, 4:7. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. മതി. നമ്മൾക്ക് ഇവിടെ നമ്മൾ വായിച്ചു, God's will is for you to be holy. ദൈവത്തിൽ, അതായത് നാം അന്വേഷിച്ചാരായേണ്ട കാര്യമില്ല. റിവീൽഡായ, വെളിപ്പെട്ടിരിക്കുന്ന, വ്യക്തമായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തന്റെ ഹിതത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ ശുദ്ധീകരണത്തിന്റെ കാര്യത്തിനാണ് 5:23, 24 പറഞ്ഞത്, അവൻ അത് നിവർത്തിക്കും. രണ്ടാമത്, അങ്ങനെ ശുദ്ധീകരണത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് എന്ത് സംഭവിക്കണം? തേർഡ് സ്റ്റേജായ, ഫ്യൂച്ചർ സ്റ്റേജായ സാൽവേഷന്റെ ഭാഗം എന്തോ? ഗ്ലോറിഫിക്കേഷൻ. ഈ ഗ്ലോറിഫിക്കേഷനും ആര് നിവർത്തിക്കും? ദൈവം നിവർത്തിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ പങ്കാളിത്തമുണ്ട്, നമ്മുടെ റോളുണ്ട്. ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് അതിന്റെ 4:7 കൂടെ ഒന്ന് വായിക്കാം. ഒന്ന് തെസ്സലോനിക്കർ 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അപ്പൊ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. God has called us to live holy lives, not impure lives. ദൈവം അനുവദിക്കുന്നില്ല. ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരു ഇംപ്യൂറായ ഒരു ജീവിതം നയിക്കുക. അപ്പൊ നമ്മൾ പറയും, കർത്താവേ ഒരു ഹോളി ലൈഫിനാണല്ലോ എന്നെ വിളിച്ചേ. ചോദ്യം, എനിക്ക് എങ്ങനെ അത് സാധിക്കും? കർത്താവ്, ഞാനല്ലേ, അതിനല്ലേ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ടല്ലോ, ഞാനത് നിവർത്തിക്കും. തന്റെ ആത്മാവിലൂടെ ചെയ്തെടുക്കും, തന്റെ പുത്രനോട് ചെയ്തെടുക്കും. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, അയ്യോ ഈ പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. എന്നിട്ട് അടുത്തത് പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്താൽ അത് സാധ്യമാകുമെന്ന് പുതിയ നിയമസഭയെ പഠിപ്പിക്കാൻ. അപ്പം ദൈവം നിവർത്തിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ വിശുദ്ധീകരണത്തിൽ എങ്ങനെയാണ് പ്രവൃത്തിപഥത്തിൽ വരുന്നത്? നമ്മൾ തിരിച്ചറിയുന്നു, ദൈവത്തിന്റെ ഹിതമാണ് നമ്മുടെ ശുദ്ധീകരണം. എന്താണ് അർത്ഥമാക്കുന്നത്? നാം പ്യുവറായ ലൈഫ് നയിക്കണം, ഇംപ്യുവറായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ 4:8 വായിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പറയുന്ന അടുത്ത വാക്യം, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അർത്ഥം, ആരെങ്കിലും പറയുകയാണ് വി ഡോണ്ട് കെയർ. നമ്മുടെ മലയാളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട്, അത് മനസ്സിലാക്കുമോ? തുച്ഛീകരിക്കാം. Therefore, anyone who refuses to live by these rules, ഏതാ? ശുദ്ധീകരണത്തിനായി വിളിച്ചിരിക്കുന്നവർ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയപ്പെടാതെ അശുദ്ധിയിൽ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ പറയുന്നതാണ് തുച്ഛീകരിക്കുക. തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ, നെവർ മൈൻഡ്. അങ്ങനെയൊക്കെ ബൈബിളിൽ പല വാക്യങ്ങളും കാണും. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുമോ എന്നെ പറയുന്നതാണ് തുച്ഛീകരിക്കുക. Therefore, anyone who refuses to live by these rules is not disobeying human teaching, but is rejecting God who gives his Holy Spirit to you. ദൈവത്തിന്റെ ആത്മാവിനെ തന്ന ദൈവത്തെയാണ് നിങ്ങൾ റിഫ്യൂസ് ചെയ്യുക. നിങ്ങൾ പറയുകയാണ്, ഈ രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, തുച്ഛീകരിച്ചാൽ, അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ തന്ന ദൈവത്തെ തന്നെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പം ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എങ്ങനെയാ?
ദൈവത്തിന്റെ വിശ്വസ്തത എന്തിലാണെന്ന് വിശുദ്ധീകരണത്തിൽ മനസ്സിലാക്കി, അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി, ആ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നാം പറയുകയാണ്, ഞാൻ കർത്താവേ, നീ പറയുന്ന ഇവണ്ണം ജീവിപ്പാൻ സ്വയമായി എനിക്ക് കഴിവില്ല, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങത് നിവർത്തിക്കുമെന്ന്. അങ്ങ് നിവർത്തിക്കുമെന്നുള്ള അങ്ങയുടെ പ്രോമിസിൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി അങ്ങിനെ ഏൽപ്പിച്ചു തരുന്നു. ഞാൻ ഒരിക്കലും അങ്ങയുടെ വാക്കിനെ ഞാൻ നെവർ മൈൻഡ് ആക്കത്തില്ല, ഞാൻ ഡോണ്ട് കെയർ ആക്കത്തില്ല, അതായത് ഞാൻ റിഫ്യൂസ് ചെയ്യത്തില്ല. കാരണം തന്റെ ആത്മാവിനെ എന്നിൽ പകരം ദൈവത്തെ തുച്ഛീകരിച്ചാൽ അതിനെപ്പോലെ വലിയൊരു പാപം വേറെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ എളുപ്പത്തിൽ എന്റെ വാക്കുകളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു വാക്കുകൂടെ ഫിലിപ്പി, ഇത് നമ്മൾ ഈ വായിച്ച മക്കദോന്യ ദേശത്തെ സഭയായ തെസ്സലോനിക്ക സഭയിൽ മാത്രമല്ല, മക്കദോന്യ ദേശത്തെ സഭയായ ഫിലിപ്പിയൻ ചർച്ചിനെ ഈ വാക്ക് നമുക്ക് ഫെമിലിയർ ആയ വേഴ്സ് ആണ്. അതുകൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. 1-4. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കല്ലേ ഇത്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു. ഇവിടെ നമ്മൾ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ പോകും. നമ്മൾ വിചാരിക്കുന്നേ, നമ്മളൊരു ബിസിനസ് ആരംഭിച്ചാൽ, നമ്മളൊരു വീട് പണി ആരംഭിച്ചാൽ, നമ്മളൊരു പഠനം ആരംഭിച്ചാൽ, നമ്മൾ ഒരു നല്ല പ്രവൃത്തി, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആരംഭിച്ചാൽ, സഭ ആരംഭിച്ചാൽ, ശുശ്രൂഷ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പറയും, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ദൈവ നിയോഗപ്രകാരം നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സഹായം നമ്മളിലുണ്ട്. ഐ എം കമ്മിങ് ടു ദ കോണ്ടെക്സ്റ്റ്. ഞാൻ ദൈവവചനത്തിന്റെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കലും അതിനെ നിങ്ങൾ നെഗറ്റീവായി കാണല്ലേ. ഒരു ദൈവവചനം പറയുമ്പോൾ അത് എന്തല്ല എന്താണെന്നൂടെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കാരണം യേശുവിന്റെ ടീച്ചിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ടീച്ചിങ്ങിന്റെ ഏറ്റവും വലിയ ചലഞ്ചും എന്നാണെന്നറിയാമോ? whenever Jesus teaches, എപ്പോഴും യേശു പറഞ്ഞാണ് how to pray, how not to pray, how to fast, how not to fast, how to give, how not to give. യേശുവിന് ശത്രുക്കൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് കേൾക്കണോ? എങ്ങനെ ഉപവസിക്കണമെന്ന് പഠിപ്പിച്ചപ്പോഴല്ല പ്രശ്നം ഉണ്ടായേ, എങ്ങനെ ഉപവസിക്കരുതെന്ന് യേശു പഠിപ്പിച്ചപ്പോൾ പലർക്കും കുത്തുകൊണ്ടു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചപ്പോഴല്ല പരീക്ഷന്മാർക്ക് കോപം ഉണ്ടായേ, എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് യേശു പഠിപ്പിച്ചപ്പോൾ അവർ പല്ല് ഞറങ്ങി. അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളെയാ പറയുന്നത്. എങ്ങനെ കൊടുക്കണമെന്ന് യേശു പഠിപ്പിച്ചപ്പോഴല്ല പ്രശ്നം, എങ്ങനെ കൊടുക്കരുതെന്നൂടെ യേശു പഠിപ്പിച്ചപ്പോൾ അവർക്ക് സഹിച്ചില്ല. പ്രിയരെ, ദൈവവചനം പഠിക്കുമ്പോൾ എന്തല്ല എന്താണെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ ചിലപ്പോൾ വിവേചിക്കപ്പെട്ടെന്നിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. അത് എല്ലാ മീറ്റിങ്ങിലും പറയാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് എന്റെ സമയം എനിക്കറിയാമെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇച്ചിരി പിണക്കോ ദേഷ്യം ഉണ്ടായില്ല, എനിക്ക് അധികം കുഴപ്പമില്ല, കാരണം എന്നോട് പിണങ്ങി ഇരിക്കാൻ തക്കണോ നമ്മൾ പിന്നെ അധികം കാണുന്നില്ലല്ലോ, അപ്പൊ ധൈര്യമായിട്ട് പറയാം. അല്ലേലും പറയും. എന്നറിയോ, ഒരു എക്സാമ്പിൾ, എങ്ങനെ അല്ല എന്ന് പറയാം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആരും പിണങ്ങത്തില്ല. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറയട്ടെ. ഒരിക്കലും ഒരു കമ്പാരിസൺ പ്രെയർ പ്രാർത്ഥിക്കല്ലേ. യേശുവിനത് ഇഷ്ടമില്ല. എങ്ങനെയാണെന്നറിയോ, പെന്റിക്കോസ്റ്റിലെ ഒരു സ്ഥിരം ചടങ്ങ് ഞാൻ പറയാം. നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ പറയും, കർത്താവേ, കഴിഞ്ഞ ആഴ്ച അനേകർ രോഗികളായ ആശുപത്രിയിലായിരുന്നപ്പോൾ, അനേകർ മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി, ഞങ്ങളെ ജീവനുള്ള ദേശത്ത് വെച്ചതിനായി സ്തോത്രം. എന്റെ ചോദ്യം ഇതാ, ഈ മരണം വഴിയായി നമ്മൾ മാറ്റപ്പെടണ്ടേ? ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടില്ലേ? ഈ മരണം വഴിയായി മാറ്റപ്പെട്ട് എങ്ങോട്ട്? അധമപാതാളത്തിലോട്ടാണോ പോന്നേ? അതോ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആണോ? അതോ വിട്ടുപിരിഞ്ഞ് അധമപാതാളത്തിൽ പോയതിലാണോ നമുക്ക് ഇത്ര സങ്കടം? ഇനിയും അനേക രോഗികളായി ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു? ഇനി എത്ര പ്രാവശ്യം അഡ്മിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്? നമുക്ക് നെഞ്ചു പിളരത്തില്ല. ഒരാൾ പ്രാർത്ഥിക്കുക, ഞാനപ്പോ ആശുപത്രി കിടക്കുക, അതുപോലെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, അനേകർക്ക് ഭൂമിയിൽ കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ എന്റെ ഹൃദയം ചിന്തിക്കുവോ? അപ്പം ഐ എം സോറി,
പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. കാരണം ഞങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ചവരാ. ഒരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ ചെന്നപ്പം ഒരവിശ്വാസി, ഒരു ഓർത്തഡോക്സുകാരൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി കന്നത്തടിക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിച്ചു. അമ്മ ഞങ്ങളുടെ തലയ്ക്കകത്ത് വെളിച്ചമുണ്ടായി. ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങൾ പെന്തിക്കോസുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പെന്തിക്കോസുകാർക്ക് ആരെല്ലാം ആശുപത്രി കിടന്നാലും ആരെല്ലാം മരിച്ചാലും നിങ്ങൾ പറയാം അവരെല്ലാം മരിച്ചാലും വേണ്ടില്ല, അവരെല്ലാം രോഗികളായി വേണ്ടില്ല, ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി സ്തോത്രം, ഞങ്ങൾക്ക് തന്ന ആയുസിനായി സ്തോത്രം. നിങ്ങൾ എന്തോ മനുഷ്യരാന്ന് ചോദിച്ചു. അന്ന് ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, ഇന്നുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ദൈവത്തിനറിയാം ഇത് സഭയെന്ന് ഒരിക്കലും ഈ കറക്ഷൻ ഉണ്ടാകത്തില്ല. കാരണം എല്ലാവരും അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ കറക്ഷൻ ആവശ്യമാണ്. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷന് പോയാൽ പാസ്റ്റർമാർ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമുണ്ട്. സഭയിൽ പലപ്പോഴും ശുശ്രൂഷിക്കുന്നവർ മറന്നു പോകുന്ന കാര്യമുണ്ട്. സഭയ്ക്കകത്ത് വിധവമാരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, ഭർത്താക്കന്മാർ ഉള്ളവരും ഇല്ലാത്തവരും, മക്കൾ പഠിക്കുന്നവരും പഠിക്കാത്തവരും, ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരും, അതെ പണമുള്ളവരും പണമില്ലാത്തവരും എല്ലാവരും ചേർന്നാണ് യേശുവിന്റെ സഭയെങ്കിൽ പ്രാർത്ഥനയുടെ വാചകങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ഇവിടെ ഇന്ന് ആരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, നാം ഓർക്കണം, ഒരു ഡെഡിക്കേഷൻ പോയി ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അനേകർക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ നീ അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്നത് സന്തോഷമാണോ, വേദനയാണോ, ഉറപ്പാണോ, ഇടർച്ചയാണോ? കാരണം നാം പലപ്പോഴും ഹിപ്പോക്രൈറ്റ്സ് ആയി മാറുക, കപട ഭക്തിക്കാരെ പോലെ, അതെ പരീക്ഷൻ പ്രാർത്ഥിച്ച പോലെ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. എന്ത് സംഭവിച്ചു? നാം അത് പ്രസംഗിക്കും, പക്ഷെ സഭയ്ക്കകത്തെ പാറ്റേൺ മാറ്റത്തില്ല. നിങ്ങൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്കൊട്ട് അറിയുകയും വേണ്ട. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഇന്ന് പകൽ ഈ ദൈവന്റെ ചിന്തയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എന്റെ ഹൃദയംഗമായി പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. കാരണം ശരീരമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് ഓരോ അവയവങ്ങളും ഇന്നിവിടെ പ്രാർത്ഥിച്ചു കേട്ടോ. ഇവിടെ പ്രിയപ്പെട്ട ആരോ പ്രാർത്ഥിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ആത്മീയ നിലവാരത്തിൽ, വ്യത്യസ്തമായ അവസ്ഥയിലെ കർത്താവെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന വളരെ പരിജ്ഞാനത്തോടെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, അങ്ങനെ വ്യത്യസ്തമായ വിവിധ ജീവിത തലത്തിലുള്ളവർ ഒന്നിച്ചു കൂടുന്നതാണ് സഭയെങ്കിൽ അവിടെ ആരും അത് സുബോധമില്ലാത്ത ഇത് വലിയ പ്രാസമൊക്കെ ആയിട്ട് തോന്നും. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നല്ലൊരു വീടുണ്ട് കർത്താവേ, അപ്പൊ ഒരു വീടിന് വേണ്ടി ഞെരങ്ങുന്നവരാ, ഒരു കുടിലായിരിക്കും താമസിക്കുന്നത്, വാടക വീട്ടിലായിരിക്കും. അപ്പൊ ഞങ്ങൾ കർത്താവേ, അനേകർക്ക് വീടില്ലാതിരിക്കെ ഞങ്ങൾക്ക് വന്ന എത്ര പോഷത്വമാത്, എത്ര ചൈൽഡിഷാത്, എത്ര അറിയാതെ പ്രാർത്ഥിച്ചാൽ തെറ്റില്ല. അറിയാതെ ചെയ്യുന്ന ഒന്നും പ്രശ്നമില്ല. കർത്താവ് അറിയിക്കുമ്പോൾ നമ്മൾ തിരുത്തിയാൽ മതി. അതായത് നമുക്ക് ലഭിച്ച ഭൗതിക നന്മകൾ അതില്ലാത്ത ഒരാളുമായി കമ്പയർ ചെയ്തല്ല താങ്ക്ഫുൾ ആകേണ്ടത്, താങ്ക്സ് ഗിവിംഗ് കൊടുക്കണ്ടേ. നമുക്ക് നന്ദി പറയണോ? കർത്താവെ ഞങ്ങൾക്ക് മക്കളെ തന്നതിനായി സ്തോത്രം, എത്ര വേണമെങ്കിലും പറഞ്ഞു. കർത്താവെ ഞങ്ങൾക്ക് വീട് തന്നതിനായി സ്തോത്രം, എത്ര വേണമെങ്കിലും പറഞ്ഞു. കർത്താവെ ഞങ്ങൾക്ക് ആലയം തന്നതിനായി സ്തോത്രം, കർത്താവെ ഞങ്ങൾക്ക് ആരോഗ്യം തന്നതിനായി സ്തോത്രം, കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യം തന്നതിനായി എത്ര വേണമെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷെ അതില്ലാത്തവരുമായി കമ്പയർ ചെയ്യരുത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഞാൻ കൺക്ലൂഡിങ്, എന്റെ സമയം വേഗത്തിൽ പോയി, കൺക്ലൂഡിങ് മെസ്സേജിലേക്ക് വരിക. ഡോണ്ട് എവർ കമ്പയർ, ഇറ്റ് ഈസ് എ സിൻ. ദൈവത്തിനത് ഇഷ്ടമല്ല. ദൈവം അത് വളരെ ഗൗരവമായി എടുക്കും. അറിയില്ലായ്മയിൽ ചെയ്താൽ കർത്താവ് ക്ഷമിക്കും. അറിഞ്ഞിട്ടും ശൈലി മാറ്റാൻ തയ്യാറല്ലെങ്കിൽ അത് ഗൗരവമായി കൺസിഡർ ചെയ്യപ്പെടും. കാരണം ആരുടെ ഹൃദയ, അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും 2:6 പറയുന്നത്, ഞങ്ങൾ ഇതുവരെ ആർക്കും ഒരു ഇടർച്ചയായിട്ടില്ല. ഞങ്ങളുടെ ശുശ്രൂഷകൾ ആർക്കും ഒരു ഇടർച്ചയായിട്ടില്ല. ഞങ്ങളുടെ ആരോഗ്യം ഇടർച്ചയായിട്ടില്ല, സൗഖ്യം ഇടർച്ചയായിട്ടില്ല, ഞങ്ങളുടെ ഫ്രീഡം ഇടർച്ചയായിട്ടില്ല, ഞങ്ങളുടെ ജയിലിലെ വാസവും ആർക്കും ഇടർച്ചയല്ല. ഏത് സാഹചര്യം ആയിക്കോട്ടെ ഞങ്ങൾ വളരെ കെയർഫുൾ ആണ്. ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് അത് ഇടർച്ചയാകാൻ പാടില്ല. ഇന്നത്തെ സഭ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനാ? അമേരിക്ക, UK, ജർമ്മനി, ദൈവസഭയ്ക്കകത്ത് എടുത്തോട്ട് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ദൈവസഭയുടെ പ്രത്യേകത കേൾക്കണോ? ഇവിടെ അമേരിക്കയിൽ നിന്ന് വന്നാലും അമേരിക്കയിലോട്ട് പോയാലും, UK എന്ന് വന്നാലും UK പോയാലും ജർമ്മനിക്കാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഞങ്ങളുടെ സഹോദരി ഇന്ന സഹോദരി യാത്ര ചെയ്യുന്നു പ്രാർത്ഥിക്കണം. കാരണം ഈ സഭയ്ക്ക് മൊത്തം അറിയാവുന്നേ, അവർ ജർമ്മനിയിലാന്ന് അറിയാവുന്നേ, ഈ സഭയുള്ള എല്ലാവർക്കും അറിയാവുന്നേ, അവർ UK അറിയാവുന്നേ. സഭയ്ക്കകത്ത് ഇങ്ങനെ UK ജർമ്മനി ആവർത്തിക്കേണ്ട കാര്യമില്ല. MBBS പഠിക്കുന്നവരുണ്ട്. കർത്താവേ, MBBS പഠിക്കുന്ന
എല്ലാവർക്കും അറിയാം ആ മോൾ MBBS അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതായത് സഭയ്ക്കകത്ത് ജർമ്മനി പോകാൻ പറ്റാത്തവരുണ്ട്, സഭയ്ക്കകത്ത് UK പോകാൻ പറ്റാത്തവരുണ്ട്, ഒരിക്കൽ പോലും ഫ്ലൈറ്റിൽ കയറാത്തവരുണ്ട്, ഒരിക്കൽ പോലും അതെ അമേരിക്കയിൽ പോകാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് നമ്മുടെ ഈ ജോലിയും സ്ഥലവും ഇടർച്ചയാകുന്നത്. ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രിയ സഹോദരൻ കടന്നു വരുന്നു, പ്രാർത്ഥിക്കാം. കടന്നു പോകുന്നു, പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങോട്ടാ പോകുന്നത്. ശുശ്രൂഷകർ ഇത് എടുത്തിട്ട് മറിക്കേണ്ട കാര്യമില്ല. കാരണം പാസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണല്ലോ ഇതെല്ലാം എടുത്തെടുത്ത് പറഞ്ഞെങ്കിലല്ലേ വിശ്വാസികൾക്ക് തൃപ്തിയുള്ളൂ. അങ്ങനെ തൃപ്തി വേണ്ടാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് ആർക്കൊക്കെ തൃപ്തിയാണെന്നറിയോ? മുഴു സഭയ്ക്കും തൃപ്തിയാ. മുഴു സഭയും സന്തോഷിക്കുക. ആർക്കും ആരും ഇവിടെ ആയിരിക്കുന്ന ഒരു ഇടർച്ചയല്ല, ആർക്കും ഒരു ദുഃഖമില്ല. എല്ലാവരും ആ ശരീരമാകുന്ന സഭയില് ആ അവയവങ്ങൾ ഇങ്ങനെ ജോയിനായിരുന്നുകൊണ്ട് പരസ്പരം ബലപ്പെടുത്തി മുന്നോട്ട് പോവുക. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വാക്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. God who began the good work within you. ശ്രദ്ധിച്ചോ, നിങ്ങളിൽ. നാം ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചല്ല പറഞ്ഞേ, ദൈവം നമ്മുടെ ഉള്ളിൽ. God who began the good work within you. അവന്റെ കൈകൊണ്ട് അവൻ നമ്മുടെ ഉള്ളിൽ ചെയ്ത ആ ഗുഡ് വർക്കിനെ ഈ വിത്തിൻ യു വിൽ കണ്ടിന്യൂ ഹിസ് വർക്ക്. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താ നമ്മുടെ ക്യാപ്ഷൻ? ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. എന്തൊരു ദൈവത്തിനറിയാം. ദൈവം പറയാണ്, മക്കളെ എനിക്കറിയാം ഞാൻ ആരംഭിച്ച ഒരു വേലയെ. നമ്മൾ പറയത്തില്ലേ, ഞങ്ങളിപ്പോ പറഞ്ഞില്ല എടത്വായിൽ 2015 ദൈവം ആരംഭിച്ച വേല. കർത്താവ് പറയും ഞാൻ എന്താ നോക്കുന്നറിയാവോ? ഞാൻ നിങ്ങൾ ആരംഭിച്ച വേലയല്ല, നിങ്ങളിൽ ഞാൻ ആരംഭിച്ച വേല. എന്താ? ഒന്നുകൂടെ വായിക്കാം. God who began the good work within you will continue his work. അതായത് ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പണി നിർത്തിയെന്നല്ല, ഞാൻ നിങ്ങളിൽ ആരംഭിച്ച സ്പിരിറ്റിന്റെ റിഡംഷൻ എന്ന ആ നല്ല വേല എങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം? ജസ്റ്റിഫിക്കേഷൻ എന്ന നല്ല വേല സാങ്ക്ടിഫിക്കേഷൻ എന്ന നല്ല വേലയിലേക്ക് കണ്ടിന്യൂ ചെയ്യുക. വിൽ കണ്ടിന്യൂ ഹിസ് വർക്ക് until it's finally finished on the day when Christ Jesus returns. യേശു കർത്താവ് മടങ്ങി വരുന്നതുവരെ ഞാൻ നിങ്ങൾ ആരംഭിച്ച വേലയല്ല, നിങ്ങളിൽ നമ്മൾ ആരംഭിച്ച വേല കർത്താവ് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം കർത്താവ് നന്നായി ചെയ്യാൻ നമ്മളെ ദിനംതോറും സഹായിക്കും. അതിന് സമ്പത്ത് വേണോ, ആരോഗ്യം വേണോ, സമാധാനം വേണോ, അതിന് യാത്ര ചെയ്യണോ, അതിന് എന്തെല്ലാം വേണം, വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തണോ, എല്ലാം ദിവസമായി. But come to the point, come to the context, and we are going to conclude the message. Please listen me. നമ്മൾ ആരംഭിച്ച വേലയല്ല, നമ്മളിൽ ആരംഭിച്ച ആ നല്ല വേല ദൈവം അവസാനിപ്പിച്ചിട്ടില്ല, നമ്മളും അവസാനിപ്പിക്കല്ലേ. ഒരൊറ്റ സ്റ്റേജേ നടന്നിട്ടുള്ളൂ. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, പാപത്തിന്റെ മോചനം, കുറ്റവിമുക്തി എന്നൊരൊറ്റ സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. രണ്ടാമത്തെ സ്റ്റേജായ വിശുദ്ധീകരണം എന്ന സാങ്ക്ടിഫിക്കേഷൻ എന്ന സ്വഭാവ ശുദ്ധീകരണം എന്ന ആ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ആ ഗ്രേറ്റ് എയിം, ഇതാ കർത്താവ് പറയുകയാണ്, ഐ വിൽ കണ്ടിന്യൂ മൈ വർക്ക്. ക്യാൻ യു ബി വിത്ത് മീ? ഞാൻ ചെയ്തോളാം, I will do it. കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാൻ നിങ്ങളെ ഞാനല്ലേ ഉയർപ്പിച്ചേ. ആ ഉയർപ്പിച്ച ഞാൻ നിങ്ങളിൽ ആരംഭിച്ച ആ നല്ല പ്രവൃത്തിയുടെ സെക്കൻഡ് സ്റ്റേജായ സാങ്ക്ടിഫിക്കേഷൻ എന്ന സ്വഭാവ വിശുദ്ധീകരണം എന്ന ആ പ്യുവർ ലൈഫ്സിലേക്ക്, ദൈവപ്രസാദമുള്ള ദൈവഹിതമായ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിച്ചോളാം, ഞാൻ അത് നിവർത്തിക്കാം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ചോളാം. ആ ശുദ്ധീകരണ പ്രക്രിയയിൽ നിങ്ങൾ എന്നെ അനുസരിച്ചാൽ മാത്രം മതി. നിങ്ങൾ വിധേയപ്പെട്ടാൽ എപ്പം വരെ ചെയ്യും? നമുക്ക് തൃപ്തി വരുന്നത് വരെയോ? നമുക്ക് ആരും സർട്ടിഫിക്കറ്റ് തരുന്നവരെ, പാസ്റ്റ് സർട്ടിഫിക്കറ്റ് എപ്പം വരെ ചെയ്യും? കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഞാനത് ചെയ്തോളാം. സിസ്റ്ററിന്റെ സമയം തീർന്നോ? സിസ്റ്റർ എടുക്കാം, 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് കൂടെ എടുക്കാം. 5 മിനിറ്റ് കൂടെ. താങ്ക് യു. ഓക്കെ, ഞാൻ എന്റെ സമയത്തെ ഒരു 5 മിനിറ്റിന് അനുഭവത്തോടെ എനിക്ക് കൺക്ലൂഷന് വേണ്ട സമയം കൂടെ മതി. സോ ഒരു കാര്യം 2:13 കൂടെ വായിക്കുന്നു. ഫിലിപ്പിയർ 2:13. അതുകൂടെ വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ള ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ വാക്യവും നമുക്ക് ഫെമിലിയർ ആണ്. ഞാൻ അതുകൂടെ ഒന്ന് ഇംഗ്ലീഷ് വായിച്ചോട്ടെ. For God is working in you.
അപ്പൊ വിത്തിൻ യു, ഇൻ യു, ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു. നമ്മൾ ചിന്തിച്ചേ, നമ്മുടെ അകത്തൊരു വേല ചെയ്തോണ്ടിരിക്കുക. നമ്മൾ പുറത്തുള്ള വേലയ്ക്ക് വേണ്ടി ഓടണം. തീർച്ചയായും കർത്താവിന്റെ വേല നമ്മൾ ചെയ്യണം. പക്ഷെ കർത്താവ് ഇവിടെ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം നാം ചെയ്യുന്ന കർത്താവിന്റെ വേലയെ കുറിച്ചല്ല, കർത്താവ് നമ്മളിൽ ചെയ്യുന്ന വേലയെ കുറിച്ച്. God is working within you. God is working in you. എന്താ ചെയ്യുന്നേ? Giving you the desire and the power to do what pleases him. നമുക്ക് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ആഗ്രഹവും ശക്തി. അപ്പോഴും ദൈവവേലയായിട്ട് കണക്ട് ചെയ്യല്ലേ, ഇത് മിനിസ്ട്രിയായി കണക്ട് ചെയ്യല്ലേ, ഇത് ഗ്രോത്തുമായി കണക്ട് ചെയ്യണം. മിനിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്ന ഒത്തിരി വചനങ്ങളുണ്ട്. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് മിനിസ്ട്രിയുമായി കണക്ട് ചെയ്യല്ല, സാങ്ക്ടിഫിക്കേഷൻ എന്ന നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദൈവം നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താണ്? നമ്മുടെ വീണ്ടെടുപ്പിന്റെ നല്ല പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്നത്. എങ്ങോട്ടാ കണ്ടിന്യൂ? സാങ്ക്ടിഫിക്കേഷൻ. എന്നിട്ടൊരു ചോദ്യം. അപ്പൊ നമ്മൾ പറയാ, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവ് പറയാ, യെസ് യെസ് ഐ ആം ഗിവിംഗ് യു ദ ഡിസൈർ. അതാ പറഞ്ഞ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളം ഉണ്ടായിട്ടെന്നല്ലേ. ഞാൻ അതിന്റെ ഇംഗ്ലീഷിൽ സിമ്പിളാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കുന്നത്. For God is working you. Who is giving you the desire? Who is giving us the desire? God is giving us the desire and the power. എന്തിനു വേണ്ടിയാ? To do what pleases him. എന്നിട്ട് കേൾക്കണോ, എന്തോ പ്ലീസ് ചെയ്യുന്നേ? ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യാൻ ഈ വർക്ക് നടക്കുമ്പോ എന്താ? 14-ാം വാക്യം എന്താണ് അവിടെ പറയുന്നത്? എന്താണ് ഇത്ര ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? വായിച്ചോ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അടുത്തൂടെ ഒറ്റ വാക്കൂടെ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. പേരെ ഇതിനെ റോങ് ആയി കണക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഓ കർത്താവ് എനിക്ക് ആഗ്രഹം തരുന്നു, അത് കർത്താവ് നോ 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 നോ. സാങ്ക്ടിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ കർത്താവ് ഡിസയർ തരുക. എന്നിട്ട് ആ ഡിസയർ കൊണ്ട് മാത്രമല്ലോ നടക്കുവോ? പിന്നെ നമുക്ക് എന്ത് വേണം? പവർ വേണം. എന്ത് ചെയ്യാൻ? ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ. എന്താ ദൈവത്തിന്റെ ഹിതം? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ ബ്ലെയിംലെസ് ആയി, അപ്രൈറ്റ് ആയി, ദൈവത്തിന്റെ ഇന്നസെന്റ് കുഞ്ഞുങ്ങളായി എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും മർമ്മർ ചെയ്യാതെ, പിറുപിറുപ്പ് കൂടാതെ, ഒരു തർക്കവും കൂടാതെ കാര്യങ്ങൾ ചെയ്യുവാൻ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ ഉള്ള, കേട്ടോണം, അതിനുള്ള ഡിസയറും അങ്ങനെ ജീവിക്കാനുള്ള പവറും നമ്മുടെ കുറുവാക്യം അവൻ അത് നിവർത്തിക്കും. 17-ാം വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അതിന്റെ തൊട്ടുമുകളിൽ 16-ാം വാക്യം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. സോ ഐ എം കൺക്ലൂഡിങ് ഹിയർ. അപ്പോസ്തലൻ പറയാ, ക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ബ്ലെയിംലെസ് ആയി വെളിപ്പെടണം. നിങ്ങളെ ഓർത്ത് എനിക്ക് പ്രൗഡാകണം. ഇത് രണ്ടും നടക്കുന്ന ഒറ്റ മാർഗമുള്ളൂ. ഹോൾഡ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. അവൻ അത് നിവർത്തിക്കും. എന്താ നിങ്ങൾക്ക് ഇത്ര ധൈര്യം? അപ്പൊ നമ്മൾ പറയും ധൈര്യം എന്നാന്ന് കേൾക്കണോ? ഫിലിപ്പിയർ 1:4, എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അവനാ ചെയ്തെങ്കിൽ വഴിക്കിട്ടിട്ട് പോകും. നമ്മൾ എപ്പോഴും പാടുന്ന വഴിയിൽ ഇട്ടിട്ട് പോകും. നമ്മളിതെല്ലാം പറയുന്നത് എന്ത് വെച്ചാന്നറിയോ? എന്നെ ഒരിക്കലും വഴിയിൽ വിടത്തില്ല, അനാഥനായി വിടത്തില്ല, അലയേണ്ടി വരത്തില്ല, എല്ലാം നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ അറിയാതെ എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇനി ഇങ്ങനെ പറയാൻ പോവാ, കർത്താവേ എന്നിൽ ആരംഭിച്ച ആ രക്ഷയുടെ 1-ാം സ്റ്റേജായ ആ നീതീകരണം എന്ന അനുഭവം തന്നിട്ട് എന്റെ സ്വഭാവം വേറൊരു രീതിയിലും, എന്റെ നീതീകരണം കർത്താവുമായി വളരെ മഹത്വത്തിലും എന്റെ ക്യാരക്ടറും തമ്മിൽ ചേരാത്തൊരു ജീവിതം എനിക്ക് അങ്ങനെ നയിക്കേണ്ട. അങ്ങനെ പ്രോമിസിനെ ഞാൻ മുറുകെ പിടിക്കുന്നു. എനിക്ക് സാങ്ക്ടിഫൈഡ് ആകണം. എന്റെ പ്രാണൻ, എന്റെ ദേഹി വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. എന്നാലേ എന്ത് നടക്കത്തുള്ളൂ? എന്റെ ദേഹം, എന്റെ ശരീരം അങ്ങയുടെ നാളിൽ ഗ്ലോറിഫിക്കേഷൻ നടക്കത്തുള്ളൂ. സോ ലെറ്റ് us submit ourselves. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചു കൺക്ലൂഷനായിട്ട്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹെൽപ്പിംഗ് us to do his will. ദൈവം നിവർത്തിക്കുവാൻ
ദൈവം നമ്മെ സഹായിപ്പാൻ വിശ്വസ്തനാണ്. 2, കൺക്ലൂഡിങ്, അവർ സാങ്ക്ടിഫിക്കേഷൻ ഇസ് ദ വിൽ ഓഫ് ഗോഡ്. നമ്മുടെ വിശുദ്ധീകരണം ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല തിരഹിതമാണ്. 3, ഹി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. ദൈവം സാധ്യമാക്കും. ഒരു നിമിഷം, എനിക്കറിയാം ഇവിടെ കൺക്ലൂഡിങ് പ്രയർ നിങ്ങൾ നടത്തുമെന്നെങ്കിലും ഈ ദൈവത്തിന് മുമ്പാകെ ഒരു നിമിഷം നമ്മളെ സമർപ്പിപ്പാൻ ഒരവസരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തത ഇന്നുവരെ നമ്മൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്തത് എന്ന് നമുക്ക് തന്നെ അറിയാം. ആരോടും അത് പറയേണ്ട, നമ്മുടെ ഉള്ളത്തിൽ അറിയാം. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ വിശ്വസ്തത നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ തിങ്സിൽ മാത്രമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ഞാൻ നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ ശക്തനാണെന്നുള്ള എൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണോ? നമ്മുടെ വിശുദ്ധീകരണത്തിലുള്ള ദൈവത്തിന്റെ വിശ്വസ്തയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തുവിനോട് അവന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുന്ന ഒരു ക്യാരക്ടർ മോൾഡിങ്ങിലേക്ക്, ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ സ്വയം കഴിയത്തില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നമുക്കുള്ളപ്പോൾ അവിടെ നിർത്താതെ അവിടുന്ന് അപ്പുറം കിടക്കുവാൻ നമുക്കൊരു വാഗ്ദത്തം പരിശുദ്ധ ആത്മാവ് ഇന്നുപോലെ നമുക്ക് തരികയാണ്. കഴിയുകയില്ല, കഴിഞ്ഞ നാളിൽ ശ്രമിച്ചു നടന്നില്ല, പ്രാർത്ഥിച്ചു നോക്കി നടന്നില്ല, ഇപ്പോഴും ഞാൻ പറ്റാതെ പരാജയപ്പെടുന്നുവെന്ന് ചിന്തിക്കുന്ന നമ്മോട് ദൈവം സംസാരിക്കുക. ഞാനല്ലേ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചത്, ഞാനത് തുടർന്നു കൊള്ളാം, ഞാനത് തികച്ചു കൊള്ളാം, ഞാൻ എൻ്റെ വരവെങ്കിൽ നിന്നെ അതെ ബ്ലെയിംലെസ് ആയി അപ്രൈറ്റ് ആയി നിർത്തിക്കൊള്ളാം, ഞാൻ ഇത് ചെയ്യാൻ ശക്തനാണ്. പക്ഷേ ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമോ? നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? അതോ നമുക്ക് ഈ വിശ്വസ്തത നമ്മുടെ ഭൗതിക വിഷയത്തിൽ മാത്രം മതിയോ? അതോ നമ്മുടെ ആത്മീകമായ ജീവിതത്തിലും സ്വഭാവത്തിന്റെ വിശുദ്ധീകരണത്തിലും ദൈവം അത് നിവർത്തിക്കും? എന്ത്? നമ്മുടെ പ്രാണനെയും നമ്മുടെ ദേഹിയെയും ദേഹത്തെയും, നമ്മുടെ ആത്മാവിനെയും വീണ്ടെടുത്ത ദൈവം നമ്മുടെ ദേഹിയെയും ദേഹത്തെയും അതേ ബ്ലെയിംലെസ് ആക്കി ആ ക്രിസ്തുവിന്റെ നാളിൽ നിർത്തുമെന്നുള്ള ആ പ്രോമിസ്, അവന്റെ വിശ്വസ്തത നമുക്ക് മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു കർത്താവിന്റെ ലേറിദാസിയെ. കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് ആഴമേറിയ ഒരു ദൈവിക ആലോചന ഈ കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായ സാധാരണ പ്രസംഗങ്ങളെക്കാൾ വ്യത്യസ്തമായി